ഹായ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ചേട്ടൻ്റെ വണ്ടി കാണാനില്ല, കൊടുത്തു തോന്നണ്ടല്ലേ? ഒരു വീഡിയോസ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ചേട്ടൻ ആ വണ്ടി കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നണേ. ചേട്ടൻ നൈസായിട്ട് ഒഴിവാക്കി, അതിന് നിറച്ച് കംപ്ലൈന്റ് അല്ലായിരുന്നേ, അതിന് കൊടുത്തില്ലേ? ചേട്ടൻ എന്നാലും ഞങ്ങളെ ഒന്നും പെടുത്തണ്ടായിരുന്നു കേട്ടാ. ചേട്ടൻ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ വണ്ടി എടുത്തേ. ഇപ്പൊ ഞങ്ങൾ മാത്രം പെട്ട അവസ്ഥയായി, ചേട്ടനാണെങ്കിൽ രക്ഷപ്പെട്ട അവസ്ഥയായി. ചേട്ടൻ എന്നാലും വണ്ടി കൊടുത്തു അല്ലേ? അങ്ങനെയാണ് നമ്മുടെ കമന്റ് സെക്ഷൻ. അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള ചോദ്യം ഒക്കെ ഇതാണ്, എൻ്റെ വണ്ടി കാണാനില്ല. വണ്ടി കാണാത്തത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് ഞാൻ വണ്ടി കൊടുത്തു, അല്ലാണ്ട് വണ്ടിയുടെ വീഡിയോസ് ഒന്നും ഇല്ല. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റിനുള്ള ആൻസർ, അതായത് എവിടെയാണ് ബ്ലാക്ക് എന്നൊക്കെ ചോദിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ആൻസർ ആണ് എവിടെയാണ് നമ്മുടെ ബ്ലാക്ക്. ഞാനും എൻ്റെ ബ്ലാക്കിനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം തുടങ്ങിയിട്ട് 4 വർഷമായിട്ടാണ്. 4 വർഷമായി ഞാൻ എൻ്റെ ബ്ലാക്കിനെ എടുത്തിട്ട്. ഈ ഒരു റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മുന്നേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നമ്മുടെ ഈ ഒരു റിവ്യൂ എക്സ്പീരിയൻസ്, ട്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് 4 ഘട്ടങ്ങളിൽ കൂടിയാണ്, അല്ലെങ്കിൽ 4 സെക്ഷനിൽ കൂടിയാണ് ഈ ഒരു ഫുൾ എക്സ്പീരിയൻസ് റിവ്യൂ പോവാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഈ ഒരു വാഹനം ഓടിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ബ്ലാക്കുമായിട്ടുള്ള ഒരു ബോണ്ടിൻ്റെ കഥ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫസ്റ്റത്തെ ആ റിവ്യൂവിൽ പോവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിൽ എന്തെല്ലാം പാർട്സുകളാണ് ചേഞ്ച് ചെയ്തത്, അതേപോലെ ഇതിന്റെ വാറന്റിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ കാര്യങ്ങളും ആ രണ്ടാമത്തെ റിവ്യൂ കാര്യങ്ങളിലാണ് പോകുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോരായ്മകൾ, അതായത് നമ്മുടെ ബ്ലാക്കും ഞാനും തമ്മിൽ ചില സമയത്ത് ഇങ്ങനെ ഒരു അടി കൂടുന്ന ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളാണ് അതിൽ പോവുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഷോറൂമിൽ സർവീസ് ചെയ്യുമ്പോൾ, അതായത് ഏതൊരു വണ്ടി ആയിക്കോട്ടെ, ബൈക്കായാലും കാറായാലും സ്കൂട്ടർ ആയാലും ഏതൊരു സാധനം ആയാലും നമ്മൾ ഷോറൂമിൽ സർവീസിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറ്റിക്കപ്പെടാനും അതുപോലെ തന്നെ നമ്മൾ അവിടെ അടി ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഞാനായിട്ടും അടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ കാര്യങ്ങളും ഈ ഒരു 4 സെക്ഷനിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മുടെ ബ്ലാക്കിന് എടുത്തിട്ട് 4 കൊല്ലമായല്ലോ. ഈ 4 കൊല്ലത്തിൽ നമ്മൾ ആകെ കൂടി ഓടിച്ചേക്കുന്നത് 23,303 കിലോമീറ്റർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നത് കണ്ട, 23,303 കിലോമീറ്റർ 0.7. ഇത് കണ്ട, ഇത്രയാണ് നമ്മൾ ഓടിച്ചേക്കണേ. അപ്പൊ എന്താണ് ഇത്രയും കാരണം ഓടിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ വേറെ വണ്ടികൾ ഉള്ളത് കൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെടുക്കൽ കുറവായിരിക്കും. അങ്ങനെയാണ് ഈ 4 കൊല്ലത്തിൽ ഇത്ര ആയിണ്ടാവുക. ചിലവർ ഒരു കൊല്ലത്തിൽ തന്നെ 40-45 കിലോമീറ്റർ ഒക്കെ ആയിരുന്നു, ചിലപ്പോൾ അതിനും കൂടുതലുണ്ടാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്കിയുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതായത് ഞാൻ ഈ 4 കൊല്ലക്കാലം നമ്മുടെ ബ്ലാക്കിനെ കൊണ്ടു നടന്നിട്ട് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം മനസ്സിലായല്ലോ, വളരെ നീറ്റായിട്ട് ഞാൻ കൊണ്ടു നടക്കണം നമ്മുടെ ബ്ലാക്കിനെ. അതായത് വേറെ പുറത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് വണ്ടി സർവീസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടു നടന്നു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബ്ലാക്കിൽ അനുഭവിച്ചേക്കണ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യണേ. പക്ഷെ ഇതിന്റെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാനും ഈ ബ്ലാക്കും തമ്മിൽ 99% ഓക്കെയാണ്. ഇതിലൊരു 1% ഒരു അവസ്ഥയുണ്ട്, ഞാനും ആളും തമ്മിൽ ചെറുതായിട്ട് അടയണ ഒരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ എപ്പോഴാണെന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാട്ടെ. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാം എപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അടയണ ആ ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന്. അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റൈഡിങ് കംഫർട്ടാണ്. എൻ്റെ പൊന്നു മക്കളെ ഞാൻ പറയാലോ, നമ്മൾ എല്ലാ വണ്ടിയും ഞാൻ ഓടിക്കുന്നുണ്ട്. ഒരുവിധം ചില ഇലക്ട്രിക്കൽ വണ്ടി ഓടിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ബുള്ളറ്റ് ഓടിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ മീറ്റിയോർ ഓടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള വണ്ടികൾ ഓടിക്കുന്നുണ്ട്, സ്കൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു റൈഡിങ് കംഫർട്ടൊക്കെ കിട്ടുമ്പോൾ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഒന്നും ഞാൻ തരം താഴ്ത്തുന്നല്ലോ. അതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ആ ഒരു സസ്പെൻഷൻ സിസ്റ്റം ഇല്ലേ, കിഡു തന്നെയാണ്. എനിക്ക് അതിൽ എന്താ പറയുക, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളി സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ബ്ലാക്കിൽ വരണം. ഫ്രണ്ടിലെ ടെലിസ്കോപ്പിക് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, അതുപോലെ റിയർ സൈഡിൽ മോണോഷോക്ക് ആണെന്ന് അറിയാം. ആ ഒരു റൈഡിങ് കംഫർട്ട് അടിപൊളിയാണ്. പിന്നെ ഈ റൈഡിങ് കംഫർട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് ഞാനിതിൽ ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് വാങ്ങിയപ്പോൾ തന്നെ ഞാനിതിന് സ്റ്റോക്ക് ആയിട്ടുള്ള സീറ്റ് കൂടാതെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ഒരു നമ്മുടെ കുഷ്യൻ ടൈപ്പ് ഉള്ള ഒരു സീറ്റ് കവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ടാങ്ക് കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് 2 കാര്യമാണ് ഞാൻ കൂടി ഇതിൽ വാങ്ങിയിട്ടേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുഷ്യനായിട്ടുള്ള സീറ്റ് ഉള്ളത് കൊണ്ടും കുറച്ചുകൂടി നല്ല രീതിയിലുള്ള റൈഡിങ് കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമതൊരു കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ എയർ ഇൻഡെക്സ് എപ്പോഴും പ്രോപ്പറായിട്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറ്. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്, ഞാനിതിൽ നൈട്രജൻ അടിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കമ്പനി അവകാശപ്പെടുന്ന പോലെ ഫ്രണ്ടിൽ 25 റിയർ സൈഡിൽ 32 അങ്ങനെയല്ല ഞാൻ അടിക്കാറ്. ഫ്രണ്ട് സൈഡിൽ ഞാൻ ഫ്രണ്ട് ടയർ അടിക്കുന്നത് 24 PSI, അതായത് നൈട്രജൻ ഒരു പോയിന്റ് കുറവാണ് അടിക്കുക. റിയർ സൈഡിൽ അങ്ങനെ തന്നെ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ റോഡിലുള്ള ഈ ഒരു നമ്മുടെ റോഡ് അറിയാലോ, കേരളത്തിലെ വളരെ നല്ല അടിപൊളി റോഡായതുകൊണ്ട് ഞാൻ നമ്മുടെ റോഡിനെ കുറിച്ച് മോശമായിട്ട് പറയേണ്ടതല്ല. കാരണം നമുക്കറിയാം പല സ്ഥലത്തും കുണ്ടും കുഴിയൊക്കെ നിറച്ചതുണ്ട്.
പിന്നെ ചില സ്ഥലത്ത് കല്ലുകൾ കാണും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഒരു ടയർ വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും. ടയർ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, അത് തന്നെ അത് അബ്സോർബ് ചെയ്തോളും. അതിന് ശേഷമുള്ള ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം റൈഡിങ് കംഫർട്ട് അടിപൊളിയാണ്. പിന്നെ ഹാൻഡ്ലിങ് ചെയ്യാനായിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഫ്രണ്ടിൽ നമുക്ക് ABS വരുന്നുണ്ട്, റിയർ സൈഡിൽ ഡ്രമ്മാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കോമ്പിനേഷനിൽ നമ്മൾ വണ്ടി ബ്രേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടത്. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ബ്രേക്കിങ്ങും ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ ഹാൻഡ്ലിങ് ഞാൻ പറഞ്ഞു, ഹാൻഡ്ലിങ് ഓക്കെയാണ്. അതുപോലെ എഞ്ചിൻ റിഫൈൻമെന്റിന്റെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഒരു വണ്ടിയില്ല, നമ്മുടെ BS4 ആ ഒരു വണ്ടിയിലേക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വണ്ടികളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വേറെ പ്രശ്നമുണ്ട്. ആ ഒരു എഞ്ചിന്റെ റിഫൈൻമെന്റ്, ആ ഒരു റിഫൈൻമെന്റ് ഈ നമ്മുടെ ബ്ലാക്കിക്ക് ഇല്ല കേട്ടോ. അവരൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലാക്കിന്റെ റിഫൈൻമെന്റ് എന്ന് പറയുന്ന എഞ്ചിന്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഞാനൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇപ്പം ആ ഒരു യൂണിക്കോണിന്റെ ആ ഒരു എഞ്ചിൻ റിഫൈൻമെന്റ്, അതായത് അങ്ങനെ ഒരു സൗണ്ട് മാത്രമേ പാടുള്ളൂ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ആ എഞ്ചിന് അധികം സൗണ്ട് ഇല്ലാണ്ട് വളരെ കൂളായിട്ട് ഇങ്ങനെ നൈസായിട്ട് പോവാം. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു ബ്ലാക്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട്. അതായത് എഞ്ചിൻ റിഫൈൻമെന്റ് അത്ര ഇല്ല, ബാക്കിയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ എന്നാൽ വെച്ചാൽ കുഴപ്പമില്ല. അതാണ് എഞ്ചിൻ റിഫൈൻമെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടയറിൽ ഇത് സ്റ്റോക്കായിട്ട് വന്നത് നമ്മുടെ TVSന്റെ ടയറായിരുന്നു. അപ്പോൾ ടയറൊക്കെ നമ്മൾ മാറി എത്ര കിലോമീറ്ററിലാണ് ഞാൻ ഇങ്ങനെ വീണ്ടും ഒരു സെക്ഷൻ ഉണ്ട്, അതായത് പാർട്സ് ചേഞ്ച്. അതായത് നമ്മുടെ ബ്ലാക്ക് വാങ്ങിയതിന് ശേഷം 4 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ പാർട്സ് ഒക്കെ ചേഞ്ച് ചെയ്തത്, അത് ആ ഒരു സെക്ഷനിൽ ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സുകൾ അതൊക്കെ ഒന്ന് ഓക്കെയാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ടോ. മൈലേജ് ഒക്കെ നമുക്കൊരു എന്തായാലും ഈ ഒരു വാഹനത്തിൽ പോകണമെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ എയർ ഇൻഡെക്സ് ഉണ്ട്, നല്ല രീതിയിൽ നമ്മൾ എക്കണോമിലേക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു 55 km/ലിറ്ററിന് മേലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ പല റോഡിലൂടെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ടാവുമല്ലോ റോഡുകൾ, അവിടേക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ത്രോട്ട്ലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തായാലും ഒരു 55 km മേലെ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ മൈലേജിലായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുപോലെ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 9000 km കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്ത് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം, മിക്ക ആൾക്കാർക്കുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കീ ഓൺ ആക്കി, ഇപ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ന്യൂട്രൽ പൊസിഷനിലാണ്, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണം, നമ്മുടെ എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കി സെൽഫ് അടിച്ചു. ഓക്കെ, അപ്പോൾ സെൽഫ് അടിക്കുന്ന സമയത്തൊന്നും വേറെ ഞാൻ ക്ലച്ച് പിടിച്ചിട്ടില്ല, വേറെ ഒന്നും ഞാൻ ചെയ്തല്ലേ, നിങ്ങൾ തന്നെ കാണുന്നതാണ് ജസ്റ്റ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ചിലവർക്കുള്ള കംപ്ലൈൻറ്റുകളാണ്, അതായത് സെൽഫ് അടിക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഇങ്ങനെ ഇപ്പോൾ ഈ 2020 വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ സൈഡ് സ്റ്റാൻഡ് തെറ്റണം. അപ്പോൾ അങ്ങനത്തേക്കും കുറേ പ്രോബ്ലങ്ങളുണ്ട്. പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. 2020 നമ്മൾ ഇത് എടുത്തേക്കണം. അപ്പോൾ ആ ഒരു വണ്ടിയിൽ എനിക്ക് കുറേ അനുഭവമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ എന്തൊക്കെ പ്രോബ്ലത്തിലൂടെയാണ് പോയേക്കണേ എന്നുള്ളത്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സെൽഫ് സ്റ്റാർട്ടിങ്ങിന് കംപ്ലൈൻറ്റ് നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ് മാത്രം ഇങ്ങനെ അടിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഇതിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ തരത്തിലൊന്നും ചെയ്തില്ല. ജസ്റ്റ് എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കി സെൽഫ് അടിച്ചു, അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഷോറൂമുകളിൽ പോയി ഒന്ന് അന്വേഷിക്കുക. കാരണം എൻ്റെ വണ്ടിക്ക് ഇപ്പം ഇങ്ങനെയാണ്, സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ആവുന്നുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, ക്ലച്ച് പിടിക്കേണ്ട കാര്യമില്ല. ഗിയർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗിയർ ഇപ്പോൾ ഇട്ടാകുന്ന സമയത്താണെങ്കിൽ ഗിയർ ഇട്ട് സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പിടിക്കണം, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും, അല്ലെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ വണ്ടി സെൽഫ് അടിക്കുന്ന സമയത്ത് ന്യൂട്രൽ ആണെങ്കിൽ നോർമലായിട്ട് നമ്മൾ സെൽഫ് അടിക്കണുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ എഞ്ചിൻ്റെ സൗണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് റിഫൈൻഡ് ആണ്. പക്ഷേ നമ്മുടെ മുമ്പത്തെ BS6 അല്ല BS4 വാഹനങ്ങളൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ BS4 അതിന് മുമ്പുള്ള വണ്ടികൾ 2007 2008 ഉള്ള വണ്ടികളൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ഒക്കെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ യൂണിക്കോണിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ഒരു യൂണിക്കോൺ എല്ലാവരും പ്രായഭേദമന്യേ എന്ന് പറയുന്നത് എല്ലാവരും എടുക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ യൂണിക്കോൺ. എക്സൈൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ ലൂബിന്റെ കേസൊക്കെ പറയാനാണ്. സാധാരണ നമ്മുടെ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ചെയിൻ കവർ ഒന്നും അല്ല. പക്ഷെ നമ്മുടെ ബ്ലാക്കിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ചെയിൻ കവർ ആയതുകൊണ്ട് ഞാൻ ഈ 500 km അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 600 km എത്തുന്ന സമയത്താണ് നമ്മളിത് ചെയിൻ ചില സമയത്ത് ഞാൻ ക്ലീൻ ചെയ്യും, ചില സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ജസ്റ്റ് ലൂബ് ചെയ്യും. കാരണം നമ്മൾ ഇതിന്റെ ചെയിൻ കവർ ഊരി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ടാവുക അതുമായി എന്തോരം ഡേറ്റ് ഉണ്ട്. അങ്ങനെ ഡേറ്റ് നല്ല രീതിയിൽ
എന്നുണ്ടെങ്കിൽ ഞാൻ ചെയിൻ ക്ലീൻ ചെയ്യും, അതിനുശേഷം ലൂബ് ചെയ്യും. അല്ല ഇനിയിപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ ലൂബ് ചെയ്യും. വണ്ടിയുടെ ആ ഒരു ഡേറ്റ്നെസ്, അതായത് ചെയിനിലെ ഡേറ്റ്നെസ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചെയിൻ ലൂബ് ചെയ്യാം. നല്ല ഡേറ്റ് ഉണ്ട് എന്നിട്ട് നമ്മൾ ചെയിൻ ലൂബ് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയിനും സ്പ്രോക്കറ്റിനും കംപ്ലൈൻറ്റാണ്. സോ നമ്മളെപ്പോഴും ആ ഒരു ചെയിൻ എങ്ങനെ ഇരിക്കണം, ചെയിൻ സ്പ്രോക്കറ്റ് എങ്ങനെ ഇരിക്കണം അതനുസരിച്ചിട്ട് നമ്മൾ ഡേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്തിട്ട് മാത്രം നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചെയിൻ സ്പ്രോക്കറ്റും പോയി കിട്ടും. പിന്നെ ഇതിൻ്റെ സാരി ഗാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സാരി ഗാർഡ് ഇവിടേക്ക് നമ്മൾ ചവിട്ടി ഇവിടേക്ക് ഇങ്ങനെ ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് പെയിന്റ് പോയ അവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ തുരുമ്പ് വരും. ആ ഒരു ഏരിയയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിന്റെ സ്വിച്ച് ഗിയേഴ്സ് ഒന്നും ഫെയ്ഡ് ഒന്നും ആയില്ല. ചില വണ്ടികളിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടൊക്കെ പോയണം. പക്ഷെ നമ്മൾ എപ്പോഴും ഇതിനെ തണലത്തന്നെ വെക്കണം, അതുകൊണ്ടാണ് ഈ സ്വിച്ച് ഗിയേഴ്സ് ഒന്നും ഫെയ്ഡ് ആവാത്തത്. ഇനി ഞാനൊരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്, അതായത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം. അതായത് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കും ഈ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം എൻ്റെ മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ പ്രോബ്ലം മാറിയത്. അതായത് ക്ലച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പലതവണ ഷോറൂമിന്റെ വിശേഷങ്ങളൊക്കെ ഷോറൂമിന്റെ ആ ഒരു സെക്ഷനിൽ പറയാട്ടോ, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പം ഇവിടുത്തെ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം ഇപ്പോഴും നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 1 സൈഡ് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പെഡലുള്ളത്. അതിന് പകരം നമുക്ക് ഡ്യൂൽ സൈഡ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് പെഡൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുന്നതാണ്. അത് വെച്ചിട്ടും കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തൊട്ടടുത്തുള്ള ആ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നുണ്ട്, അത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റാനായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, അതായത് നമ്മൾ ഇത് വെച്ചിട്ട് ലോങ് റൈഡൊക്കെ പോകാൻ പറ്റുന്നത് സുഖസുന്ദരമായിട്ട് പോകട്ടെ. കാരണം ഞാനൊക്കെ സിംഗിൾ സ്ട്രെച്ചിൽ, അതായത് എവിടെയും ഒരു ഗ്യാപ്പ് എടുക്കാണ്ട് നമ്മൾ നല്ല രീതിയിൽ 100 കിലോമീറ്റർ സുഖസുന്ദരമായിട്ട് പോകാം. നമുക്ക് ഒരു ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മളെങ്ങനെ വണ്ടി ഓടിക്കണതിനനുസരിച്ചിരിക്കട്ടോ. നമ്മൾ വണ്ടി എങ്ങനെ ഓടിക്കണം, നമ്മുടെ സീറ്റിംഗ് പോസ്റ്റർ എങ്ങനെയാണ്, അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളെ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനും അനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ നിർത്തണോ വേണ്ടെന്നുള്ളതൊക്കെ. പക്ഷേ എപ്പോഴും ലോങ് റൈഡൊക്കെ പോകുന്ന ആൾക്കാർക്കുള്ള ചെറിയൊരു സജഷനാണ്, നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് കുറച്ച് ദൂരം പോകുന്ന സമയത്ത് ഒരു 50 കിലോമീറ്റർ ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ അത് വണ്ടിയുടെ എഞ്ചിനും നല്ലതാണ്, അതുപോലെ നമുക്കും നല്ലതാണ്. ഒരു 10-20 മിനിറ്റൊക്കെ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലോങ് റൈഡൊക്കെ പോകാനായിട്ട് ഒരു വണ്ടി അടിപൊളിയാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഹാൻഡ്ലിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നല്ല സ്മൂത്താണ് നമുക്ക് ഹാൻഡ്ലിങ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് കൈക്ക് കുറേ രീതിയിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ ക്ലച്ചൊക്കെ കുറേ സമയം ഇങ്ങനെ പിടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ട്രാഫിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില വണ്ടികളുടെയൊക്കെ ആ ഒരു ക്ലച്ച് പിടിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷേ നമ്മുടെ ഈ യൂണിക്കോണൊന്നും ഒരു പ്രശ്നമില്ല. ക്ലച്ച് ആയാലും ഫ്രണ്ടിലെ ബ്രേക്ക് ലിവർ ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പിടിച്ചിട്ട് പോകാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാട്ടോ ഈ ഒരു യൂണിക്കോൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു റൈഡിങ് എക്സ്പീരിയൻസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള വണ്ടി ഓടിക്കാനും അതിൻ്റെ മൈലേജും ബാക്കി ലുക്കും സ്വിച്ച് ഗിയേഴ്സും നമ്മുടെ എഞ്ചിൻ റിഫൈൻമെൻറ്റ് അങ്ങനെ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ എന്തെല്ലാം പാർട്സുകൾ നമ്മൾ മാറ്റിയേക്കണം. അതായത് ഞാൻ മാറ്റിയേക്കുന്നതല്ല, നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മാറ്റിയേക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ RR യൂണിറ്റ് ഒരു തവണ അടിച്ചുപോയി. RR യൂണിറ്റ് പോയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചുപോയി. അതായത് നമ്മുടെ ബാക്ക് സൈഡിലെ ബൾബ് മാറി, ഫ്രണ്ടിലെ നമ്മുടെ ഹെഡ്ലൈറ്റ് പോയി, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ മീറ്ററിൻ്റെ കൺസോൾ ഉണ്ടല്ലോ അതിനുള്ളിലുള്ള ബൾബുകളൊക്കെ അടിച്ചുപോയി. അതൊക്കെയും ഫ്രീ ഓഫ് കോസ്റ്റിൽ. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വാറണ്ടി പീരീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ RR യൂണിറ്റ് ഫ്രീ ആയിട്ട് മാറ്റി കിട്ടി. ബൾബുകൾ പോയി, അതടിച്ച് പോയത് മൊത്തം നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി തന്നു. പിന്നെ ഒരു തവണ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ടിട്ടുണ്ട്, അതായത് സ്പീഡോമീറ്റർ കേബിൾ. പിന്നെ ഒരു കംപ്ലൈൻറ്റ് വന്നതായിരുന്നു നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് ഗിയർ. ഈ ഒരു സ്വിച്ച് ഗിയർ എന്താ വെച്ചാൽ ഒരു സ്വിച്ച് മാത്രം, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് മാത്രം നമ്മൾ ലെഫ്റ്റിലേക്ക് ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും, റൈറ്റിലേക്ക് പോകില്ല. അതങ്ങനെ കുറേ അവർ മറ്റേ WD-40 കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ തവണ ചെയ്തു തന്നു. പിന്നെ കുറേ കാലം അത് വർക്ക് ചെയ്യാണ്ടായി. അപ്പോൾ അതൊക്കെ അവർ മാറ്റി തന്നിട്ടുണ്ട്. സ്വിച്ച് ഗിയേഴ്സിൻ്റെ ഇതൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് ഈ ഒരു സാധനം മാറി. പിന്നെ നമ്മളൊരു 22,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ റിയർ സൈഡിലും ഒന്നിച്ചാണ് നമ്മൾ ടയർ മാറി. TVSൻ്റെ ടയറാണ് ഇതുമായി സ്റ്റോക്കായിട്ട് വന്നായിരുന്നത്. പക്ഷെ നമ്മൾ മാറിയപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയിട്ടേക്കുന്നത് MRFൻ്റെ ടയറിന്. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ പീരിയോഡിക്കൽ നമ്മൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട് എല്ലാ ടൈമിലും. പിന്നെ അതുപോലെ നമ്മൾ ഓറിങ് അതൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് ഹിസ്റ്ററിയാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്കുള്ളത്. അത് കാരണത്താൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മാറേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ നമ്മൾ മാറാറുണ്ട്. അടിച്ചു പോയ സാധനങ്ങളൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് മാറി തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ കാലിപ്പറിന്റെ ഡിസ്ക് പാഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ നമ്മുടെ ഡ്രം, ബ്രേക്ക് ഷൂ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 23,000 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പാർട്സുകൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ഏറ്റവും ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണെന്നു, ഞാനും ഇവനും തമ്മിൽ അടയണ ഒരു അവസ്ഥ. അതായത് 100%, 99% ഞാൻ ഈ ഒരു വാഹനമായിട്ട് ഒരു നല്ല അടിപൊളി ബോണ്ടാണ്, സാറ്റിസ്ഫൈഡ് ആണ്. 1% ഞാൻ ഇവനായിട്ടുള്ള അടി ഉണ്ടാക്കണ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓട്ടോ ചോക്കിംഗ് ആണ്.
കാരണം ഈ ഓട്ടോ ചോക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. നമ്മൾ ഇവനെ എടുത്തിട്ട് ഒരു പെട്ടെന്ന് ഇപ്പോൾ കാലത്ത് എല്ലാ ദിവസവും കാലത്ത് നമ്മൾ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കാലത്ത് എടുക്കണം. അപ്പോൾ 1 മിനിറ്റ് 20 സെക്കൻഡ് നമുക്ക് ആ ഒരു ഓട്ടോ ചോക്കിംഗ് അല്ലെങ്കിൽ ഹൈ RPM തന്നെ നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇവനെ എടുത്തു, നമ്മുടെ വണ്ടി എടുത്ത് കാലത്ത് എടുത്തിട്ട് 1 മിനിറ്റ് 20 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വണ്ടി എടുത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചു, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇവനെ എടുക്കുന്നു, എടുത്ത് ഒന്ന് സ്റ്റാർട്ട് ആകുന്ന സമയത്ത് വീണ്ടും 1 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്. അതായത് നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും അത്യാവശ്യം അത് വേണ്ട, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഹൈ RPM നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവന് ഞാൻ ചെറിയ അടി ഉണ്ടാവാറുണ്ട്. ഞാൻ ചിലപ്പോൾ ചില വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും, അതായത് നമുക്കിങ്ങനെ ടൈം, അതായത് 1 മിനിറ്റ് 20 സെക്കൻഡ് നമുക്ക് കളയാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് ഗിയർ ഇട്ട് വയ്ക്കുക, അതിനുശേഷം ക്ലച്ച് പിടിക്കുക, സെൽഫ് അടിക്കുക, വണ്ടി എടുത്തിട്ട് പോകാം. ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഈ ഓട്ടോ ചോക്കിങ് നോർമൽ കണ്ടീഷനിലേക്കാവും. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 1 മിനിറ്റ് 20 സെക്കൻഡ് കഴിയുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ഈ ഓട്ടോ ചോക്കിങ് നോർമലാവും. അപ്പോൾ ഈ ഓട്ടോ ചോക്കിങ്ങിൻ്റെ പേരിലാണ് ഞാൻ ഇവനും തമ്മിൽ ദിവസടി, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ ഇവന് തമ്മിലൊരു പ്രശ്നമില്ല. ബാക്കിയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ FI തന്നെ പുതിയ വണ്ടികൾ ഇഷ്ടം പോലെയുണ്ട്. ഇവനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇവനും ബാക്കിയുള്ള വണ്ടികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവന് മാത്രം എന്താണ് ഇത്രയും ഈ ഒരു 1 മിനിറ്റ് 20 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ നല്ല രീതിയിലുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം കൊടുത്തേക്കണേ. പക്ഷേ ഇതേ ടെക്നോളജികൾ ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളിലും കൊടുത്തേക്കണേ. അപ്പോൾ ബാക്കിയുള്ള വണ്ടികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന സെയിം ടെക്നോളജികൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഈ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 15 സെക്കൻഡോ അല്ലെങ്കിൽ വേണ്ട ഒരു 30 സെക്കൻഡ് ആയിക്കോട്ടെ, പക്ഷേ ഈ 1 മിനിറ്റ് 20 സെക്കൻഡ് തന്നെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേ നഷ്ടങ്ങളുണ്ട്. 1 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ച് കിട്ടാത്ത നമ്മുടെ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൈം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളും. 1 മിനിറ്റ് 20 സെക്കൻഡ് ഇത് റണ്ണായി നിൽക്കണമെങ്കിൽ പെട്രോൾ വേണ്ട, അപ്പോൾ നമുക്ക് പെട്രോൾ നഷ്ടമില്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു നഷ്ടമായിട്ട് അല്ലെങ്കിൽ ഞാനും ഇവനായിട്ട് ചേരാത്തത് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഈ ഒരു പോരായ്മ എന്നുള്ളൊരു ലെവലിൽ നിൽക്കണം. പിന്നെ BS4 വണ്ടീനെ അപേക്ഷിക്കാണ്ട് പെർഫോമൻസ് ലെവൽ നോക്കുന്ന സമയത്തും അവർ കുറച്ചും കൂടി പുലിക്കുട്ടികളും ഇവൻ കുറച്ചും കൂടി ഒന്ന് പതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പെർഫോമൻസ് വൈസും സെൽഫ് അടിക്കുന്ന സമയത്ത് സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട്, കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചിലവർക്ക് ഇതൊന്നും വർക്ക് ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടികൾക്ക് ഈ കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, ജസ്റ്റ് ഇത് കീ ഓണാക്കി നമ്മൾ അതുപോലെ എഞ്ചിൻ സ്വിച്ച് ഓണാക്കി സെൽഫ് അടിച്ചു, സെൽഫ് വർക്ക് ചെയ്ത് ഇനി അത് ഓഫ് ചെയ്തു. ഞാൻ അതിന് ശേഷം ഞാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ കീ ഒന്ന് ഓണാക്കി, അതിന് ശേഷം എഞ്ചിൻ സ്വിച്ച് ഒന്ന് ഓണാക്കി, അതിനുശേഷം എൻ്റെ കൈ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതേ നമ്മുടെ ആ ഒരു കിക്കർ ഇതേ ഇങ്ങനെ വെച്ചേക്കണു. ഞാൻ കൈ വേറെ എവിടെയും പിടിച്ചിട്ടില്ല, ജസ്റ്റ് ഇതേ കിക്ക് ചെയ്യണം. കിക്ക് ചെയ്തു, ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സിംഗിൾ കിക്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പക്കയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ പോയിന്റ്, വണ്ടിയുടെ പോരായ്മകൾ, അത് ഞാൻ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പോരായ്മകൾ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടി അതിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നമ്മൾ ഇത് സർവീസിന് കൊടുക്കുമ്പോൾ കാര്യം, ഷോറൂമിൽ സർവീസിന് കൊടുക്കുമ്പോൾ കാര്യം. നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് 4 കൊല്ലമായി, 4 കൊല്ലത്തിൽ നമ്മൾ എല്ലാ സർവീസിനും ചെയ്തേക്കുന്നത് ഷോറൂമിൽ നിന്ന് തന്നെയാണ്. ഷോറൂമിലല്ലാത്ത ഒരു സർവീസ് നമ്മൾ ചെയ്തിട്ടില്ല. ഇതെന്തിനാ ചെയ്യാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ സർവീസ് ഉണ്ടാവും, പെയ്ഡ് സർവീസ് ഉണ്ടാവും. ഈ പെയ്ഡ് സർവീസ് ആയാലും ഫ്രീ സർവീസ് ആയാലും നമ്മൾ ഇതിന് വാറണ്ടി കഴിയണ വരെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ തന്നെ ചെയ്യുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ആഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കളയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വാറണ്ടി കട്ടാക്കി കളയും. പക്ഷേ എപ്പോഴും നമ്മൾ വാറണ്ടി പീരീഡിൽ ഒന്നും പുറത്തുനിന്ന് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എക്സ്ട്രാ ആക്സസറീസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ നമുക്ക് ചിലപ്പോൾ ഷോറൂമിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചില സാധനങ്ങൾ നമുക്ക് ആഡപ്പ് ചെയ്യാം, വാറണ്ടി നഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ പറയണേ നിങ്ങൾ ആഡ് ചെയ്തോ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ ആഡപ്പ് ചെയ്യരുത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഷോറൂമിൽ വണ്ടി സർവീസ് കൊടുക്കാൻ തൊട്ട് മുമ്പ് നിങ്ങളുടെ വണ്ടിയുടെ എല്ലാ ഏരിയയും ഇൻറ്റീരിയർ പാർട്ടും എക്സ്റ്റീരിയർ പാർട്ടും ഒക്കെ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ഷോറൂമുകളിലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ചിലപ്പോൾ ഈ വണ്ടി റിപ്പയർ ചെയ്യുന്ന സമയത്ത് വല്ല സ്ക്രാച്ചസ് വരാം, ചിലപ്പോൾ ബോൾട്ട് പൊട്ടാം, അല്ലെങ്കിൽ ഫയറിങ്സിൽ എന്തെങ്കിലും ചെറിയ പാടുകൾ വരാം. ഇതൊക്കെ വരുന്ന ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു വണ്ടി കൊടുക്കുന്ന സമയത്തും അതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്ക് ആ 2 വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മൾ എവിടെ ഒരു വണ്ടിയല്ല ഫോണല്ല എന്ത് നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ ഈ കാര്യം ഒരു എക്സ്റ്റീരിയർ പാർട്ടിൻ്റെയും ഇൻറ്റീരിയർ പാർട്ടിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ എടുത്ത് വയ്ക്കാം. ഞാൻ എൻ്റെ ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 4 കൊല്ലത്തിൽ 15 തവണയേക്കാളും കൂടുതൽ ഞാൻ ഷോറൂമിൽ സർവീസ് കയറിയിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയാലോ, ഈ ഗിയർ ഷിഫ്റ്റിംഗ് ഇഷ്യൂ, ആ ഇഷ്യൂ, ഈ ഇഷ്യൂ
ഇഷ്യൂ, ഓട്ടോ ചോക്കിങ്ങിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഓരോന്ന് അടിച്ചു പോവുക, അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ തവണ ഞാൻ ഷോറൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷോറൂമിൽ കയറുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനല്ല, നമ്മൾ അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഷോറൂമുകളും ഇതുപോലെ ആണെന്നല്ല കേട്ടോ, നല്ല ഷോറൂമുകളുണ്ട് നമ്മുടെ കേരളത്തിൽ, ഇഷ്ടം പോലെ നല്ല ഷോറൂമുകളുണ്ട്. അതിൽ 100 എണ്ണത്തിൽ നമുക്ക് പറയില്ല 1-2 മോശം അനുഭവം തരുന്ന, അല്ലെങ്കിൽ ഷോറൂമിൻ്റെ പ്രത്യേക പ്രശ്നമല്ല, ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അപ്പോഴത്തെ മാനസിക അവസ്ഥ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഷോറൂം മോശമാവണേ. അപ്പം എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം അനുഭവം ഉണ്ടായതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ പറയണേ. നമ്മളൊരു ഷോറൂമിലേക്ക് വണ്ടി കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം നല്ല രീതിയിൽ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ റിപ്പയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പറയും ഇന്നത് മാറ്റണം, ഇന്നത് മാറ്റണം, ഇന്നത് മാറ്റണം. എന്താണ് മാറ്റേണ്ടത് അത് നമ്മൾ ചോദിക്കുക, അതിന് കോസ്റ്റ് എത്രയാവുമെന്ന് ചോദിക്കുക. അതിന് ശേഷം മാറ്റിയ സാധനങ്ങൾ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുക. അപ്പോൾ എന്താണ് മാറിയേക്കണം, എന്താണ് മാറാത്തതെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മുടെ സാധനങ്ങൾ എന്താ മാറിയേക്കണമെന്ന് അറിയണത്, ഇന്നത് മാറി, എന്ത് മാറിയെന്ന് നിങ്ങൾക്ക് അറിയോ, അല്ലെങ്കിൽ എനിക്കറിയോ? ഇല്ല, അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് സാധനം പാർട്സുകൾ മാറിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സാധനം തിരിച്ചു വാങ്ങുക. അതുപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുക. വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വണ്ടി ഷോറൂമിന് പുറത്തേക്ക് ഇറക്കി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ വണ്ടി കൊടുത്ത പോലെയാണ് നമുക്ക് തിരിച്ച് കിട്ടിയത്. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാര്യമാണ്, ഇപ്പം ഈ ടയറിൻ്റെ കേസുകൾ, ടയറൊക്കെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വണ്ടി ഓടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ടയറിന് അൺഈവൻ ആയിട്ടുള്ള ടയർ വയറിംഗ് ഒക്കെ ഉണ്ടാവാം. കാരണം എൻ്റെ വണ്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ വണ്ടി കൊടുത്തായിരുന്നപ്പോൾ ഫുൾ സർവീസ് പക്കയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ കൊടുത്ത് കുറച്ചാൾ കഴിഞ്ഞപ്പം ഞാൻ പുറത്തുനിന്ന് തന്നെ നമ്മൾ സർവീസ് ചെയ്യില്ലല്ലോ, അപ്പോൾ അതുവരെ കൊടുത്തായിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മുടെ ടയറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കോടെ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബറിൽ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ കുറ്റമാണോ എൻ്റെ കുറ്റമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം എൻ്റെ 1 സൈഡ് വയറിംഗ് ഉണ്ടായിരുന്നു, നമ്മുടെ ടയറിന് വയറിംഗ് ചെറുതായിട്ട് വന്നു. അപ്പോഴേക്കും ഞാൻ ടയർ മാറ്റി. അതിനുശേഷം ഞാൻ വീണ്ടും ആ ഷോറൂമിൽ പോയിട്ട് പറഞ്ഞത് ഇങ്ങനെ ഷോക്കപ്പിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനത്തെ ഉണ്ടായാൽ ശരിയാവില്ല. കാരണം വെച്ചാൽ ഞാനത് അവരുടെ അടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചതിന് ശേഷം അവർ വീണ്ടും അവരുടെ ഈ പറഞ്ഞ പോലെ ഫ്രീ ഓഫ് കോസ്റ്റിന് അവർ ഓയിൽ ചേഞ്ച് ചെയ്തു. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി. അതിനുശേഷം പുതിയ ടയർ ഞാൻ വാങ്ങിയിട്ട് കിട്ടാം. അതായത് 22,000 എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ടയർ ഞാൻ പുതിയ മാറ്റിയിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്. അപ്പം നമ്മൾ പണി അറിയുന്ന മെക്കാനിക്കുകൾ ഉണ്ടാവും, പണി അറിയാത്ത ട്രെയിനേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇത് ചെയ്യുന്നത് മെക്കാനിക് ആയിരിക്കും, ചിലപ്പോൾ ട്രെയിനേഴ്സ് ആയിരിക്കും, നമുക്കൊന്നും അറിയില്ല. അപ്പം നമ്മുടെ വണ്ടി പക്കയാണോ, നമ്മൾ കൊടുത്ത പോലെയാണോ നമുക്ക് തിരിച്ച് കിട്ടണമെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഷോറൂമിൽ കൊടുക്കുമ്പോൾ പക്ക എന്താണ് നമ്മൾ ചെയ്യാൻ പോണേ, അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആണോ അല്ലയോ, നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പോകുന്നുണ്ടോ, വാറണ്ടിയിൽ മാറ്റേണ്ട സാധനങ്ങൾക്ക് പൈസ ഈടാക്കണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് ഇന്ന പാർട്സുകൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഫ്രീ ഓഫ് വാറണ്ടി, അത് ഫ്രീ ഓഫ് വാറണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാർട്സും ഫ്രീ ആണ്, ലേബർ കോസ്റ്റും ഫ്രീ ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഫ്രീ അല്ലാണ്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ പാർട്സിന് പൈസ വാങ്ങാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഷോറൂമിൽ കൊടുക്കുക, പാർട്സ് മാറ്റാനായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ ഷോറൂമിൽ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണത്. ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 കൊല്ലത്തെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ബ്ലാക്ക് ആയിട്ടുള്ള 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് 4 സെക്ഷൻസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിക്കോൺ എടുക്കാൻ നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം ഇത്രയാണ് നമുക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഡാർവിൻ.